ഗൈസ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മൾ കപ്പിളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ട്, വാർത്തകളുണ്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ വീഡിയോ കാണാം. ഞങ്ങൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് മാൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. ഒരുപാട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഗ്ലോബൽ വില്ലേജിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. 25 ദിർഹംസ് ആണ് ടിക്കറ്റിൻ്റെ റേറ്റ്. ജാക്കറ്റ് ഇട്ട് എന്തിനാണ്? അതെ, ഇതിപ്പോ എത്ര മാസം? ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള സ്ഥലം വരെ നമുക്ക് ഓരോരോ രാജ്യങ്ങളുടെ ഓരോരോ പവലിയൻസ് കാണാൻ പറ്റും. അവരുടെ കൾച്ചർ, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ അവരുടെ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും അവിടെ. ഞങ്ങൾ ആദ്യത്തെ കുവൈറ്റും അതുപോലെ തന്നെ യമനും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത് പിന്നെ ഓടിയത് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ്. 40 ദിർഹംസ് ഒരെണ്ണത്തിന് 40. Dream come true. ഒറിജിനൽ പറ. മാംഗോ സ്റ്റിക്കി റൈസിൽ എരിവില്ല, പുളിയില്ലെന്ന്. 1000 രൂപയുടെ ചോറാണ് അനുമോള് കഴിച്ചോണ്ടിരിക്കുന്നത്. നാട്ടിലുള്ളവർ ഇതെല്ലാം അറിയണ്ടോ? മേടിച്ചോ? മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചതിൻ്റെ ക്ഷീണം മാറാൻ പിന്നെ ഞങ്ങൾ പോയത് ഒരു എൻ്റർടൈൻമെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അതൊരു ഗെയിം ഷോ ആണ്. അവിടെ നമ്മൾ പോയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പാവ കിട്ടും. സംഗപ്പന ഏത് പാവയുണ്ട്? വയലറ്റ് പാവേ. കപ്പൽ മുതലാളി റെഡി? തീർന്നില്ലേ? പല പവിലിയനിൽ പോയെങ്കിലും നമുക്ക് ഏറ്റവും വണ്ടറായത് ഈ പൂക്കൾ കണ്ടിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലും പരിസരത്തൊന്നും നമ്മൾ ഇത്രയും പൂക്കൾ കണ്ടിട്ടില്ലല്ലേ. ശരിക്കും ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച വരുന്നത്. നമ്മൾ അനുമോളെ റബ്ബർ ബാൻഡ് കയറാൻ പോവാണ്. അനുമോൾ റെഡിയല്ലേ? കെട്ടിയവനാണ് റബ്ബർ ബാൻഡ് കയറ്റി വിടാൻ പോണത്. ആ പോയ വണ്ടി ഇനി തിരിച്ചു വരുമെന്ന് നമുക്കറിയത്തില്ല. ബർത്ത്ഡേ ദിവസം തന്നെ എന്താവും? നിങ്ങൾ ലൈഫിൽ കുറേ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കയറണം കേട്ടോ. കാരണം താഴെ നിന്ന് നമ്മൾ ഈ മേളിലേക്ക് ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ട് തീ പറന്നുണ്ടായിരുന്നു. അതിൻ്റെ 4 ധ്രുവങ്ങളിലും ആളുകളുണ്ട്. ആളുകളെയാണ് ഈ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം ഏറ്റവും മേളിൽ വരെ പോവും, താഴേക്ക് അതേ സ്പീഡിൽ തന്നെ തിരിച്ചും വരും. ഗ്ലോബൽ വില്ലേജ് മുഴുവൻ കാണാൻ പറ്റുമെന്നാണ് ഇതിന് താഴെയുള്ള ആളുകൾ പറയുന്നത്. ഞാനെന്തായാലും കയറാനുള്ളൊരു സാഹസികത ഞാൻ കാണിച്ചില്ല, ഞങ്ങളാരും കാണിച്ചില്ല. ഈ പൂക്കൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയേ? എൻ്റെ മനസ്സിൽ തോന്നിയത് 2 അരി കിട്ടുമോ വീട്ടിൽ കൊണ്ട് നടാനാ എന്നാണ് കേട്ടോ. സ്ട്രോബെറി മാംഗോ ഒന്നും കഴിക്കില്ലാത്ത നിങ്ങളുടെ കെട്ടുമാർക്ക് പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുത്തിരിക്കുന്നു. ബൺ പൊറോട്ട. ഇത് കാണി, ബൺ പൊറോട്ട. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല, വല്ല പൊറോട്ട, ഇറച്ചി, കപ്പ, ബീഫ് ഒന്നും കഴിക്കില്ല. ഗ്ലോബൽ വില്ലേജിൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കട്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ? കപ്പൽ മലയാളി മിണ്ടല്ല, വെച്ചിട്ട് കണ്ണണം പാടുള്ളത്. ശിവന് ഇത് ഏത് ജില്ല? ഞാൻ പറയാൻ ഒരമ്മ എന്തൊരു അതെ. മാംഗോ വേണ്ട, സ്ട്രോബെറി വേണ്ട, ചോക്ലേറ്റ് വേണ്ട, ബീഫും പൊറോട്ടയും. ഇത് കടിക്കൂടി. ഞങ്ങൾ കഴിക്കുമ്പോ ചെവി കേൾക്കില്ല. ഇതെന്തിന്റെ കുഞ്ഞാ?
നുള്ളി നുള്ളി കഴിക്കുകയാണോ നുള്ളിയെ? എന്നാ ഒരു കഷ്ണം വേണോന്ന്. അതെ, അതില്ല അതില്ല. പൊറോട്ടയും ബീഫും കിട്ടിപ്പോ ആ ഇത് പ്ലേറ്റിൽ തരുമായിരുന്നെങ്കിൽ. കയ്യിലിട്ട് വെച്ചിരുന്നു. തൊട്ടപ്പത്തെ എരിഞ്ഞെടുത്ത് കഴിക്കണം. ചൂടാ. അടിപൊളി. കൊള്ളൂര് ചൂടല്ലേ? സുപ്രീം ഒരു കടിക്കുള്ളതേ ഉള്ളൂ. അതെ. ക്യാമറ ഉള്ളതുകൊണ്ട് ഫോക്കസ് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. അതെ, ഇടയ്ക്ക് ക്യാമറയിൽ നോക്കാം കേട്ടോ. വേണ്ട, ജോസ് കഴിക്ക്. ജോസിനെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം തന്നെ പറഞ്ഞപ്പോ അത്ര വിചാരിച്ചില്ല. അതെ, ഒരു കഷ്ണം പോയി. എന്റെ ശിവനി. ആരാ? ഗ്ലോബൽ വില്ലേജിൽ അത്രയും സ്ഥലം ഉണ്ടായിട്ട് പിന്നെ എൻ്റെ കണ്ണുടക്കിയത് പൂക്കളിലായിരുന്നു. നിങ്ങൾ പോകുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം സീ ഫുഡ്, അതുപോലെ നിങ്ങളുടെ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ കുറേ വെറൈറ്റീസ്, ഷെല്ല് ഫുഡ്, അങ്ങനത്തെ കുറേ ഫുഡ് ഐറ്റംസും നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാം. പിന്നെ ഞങ്ങൾ പോയിട്ട് ഈ ഒരു ഇന്ത്യൻ ക്ലാസിക് ഡാൻസും കാണാൻ പറ്റിയ അവിടെ സ്റ്റേജിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു കാഴ്ചയും ഞങ്ങൾക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം കിട്ടിയൊരു ലൈവ് പെർഫോമൻസ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ചായ കറങ്ങി. മലയാളി എവിടെ ചെന്നാലും മലയാളി ചായ ഇട്ട് കൊടുക്കും. ഞാനല്ലോ കുടിക്കണേ, നീയല്ലേ പിടി. ഗൈസ് നമ്മൾ ഏകദേശം കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു ഗൈസ്. കാശൊക്കെ തീർന്നു ഗൈസ്. അപ്പൊ വേഗം പോവാന്ന് പറഞ്ഞു. അതെ, ചോദിച്ചു മടുത്തപ്പോ കുറെ ഇങ്ങോട്ട് കേറി എന്നാലേ കേൾക്കുള്ളൂ. എന്താ പറയാനുള്ളത്? ചോദിച്ചു മടുത്തപ്പോ കുറെ സാധനങ്ങൾ മനസ്സോടെ മേടിച്ചു തന്നു. അല്ലാണ്ട് എന്താ പറയാ. അങ്ങനെ നമ്മുടെ ഗ്ലോബൽ വില്ലേജിലെ വ്ളോഗോടെ കഴിയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.